നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ 4 കോടി രൂപയുടെ ലഹരി മരുന്ന് പിടികൂടി. ടോഗോ സ്വദേശിയിൽ നിന്നാണ് മയക്കുമരുന്ന് പിടികൂടിയത്. 4 കിലോ മെത്താക്കൊലോണാണ് പിടിച്ചെടുത്തത്. 2 പാക്കറ്റുകളാണ് കസ്റ്റംസും സിയാൽ സുരക്ഷാ ഉദ്യോഗസ്ഥരും ചേർന്ന് പിടികൂടിയത്. കഴിഞ്ഞ ദിവസം ബാങ്ക് ജീവനക്കാരനടക്കം 5 പേർ കൊച്ചിയിൽ വിവിധ സ്ഥലങ്ങളിൽ നിന്നും ലഹരി മരുന്നുമായി കസ്റ്റഡിയിലായിരുന്നു. വിവരങ്ങളുമായി ഡാനി പോൾ ചേരുന്നു കൊച്ചിയിൽ നിന്ന്. ഡാനി, സെഡേറ്റീവ് ഹിപ്നോട്ടിക് മരുന്നാണ് മെത്താക്കൊലോൺ. ഇത് പൊടി രൂപത്തിലാണ് കേരളത്തിലേക്ക് എത്തിച്ചത്. ആർക്കു വേണ്ടിയാണ് എത്തിച്ചതെന്ന് സൂചനയുണ്ടോ? ഈ കേസിൽ കസ്റ്റംസ് നൽകുന്ന വിവരം എന്താണ്? ടോം, ഇന്നലെ വൈകിട്ടാണ് ഇവർ അറസ്റ്റിലാകുന്നത്. ഇതിൽ നെടുമ്പാശ്ശേരിയിൽ ഇവർ വന്നു. ദോഹയിൽ നിന്നുള്ള വിമാനത്തിലാണ് കൊച്ചിയിലെത്തുന്നത്. അതിനുശേഷം ഇവിടെ നിന്ന് ഡൽഹിക്ക് പോവുകയായിരുന്നു അവരുടെ ലക്ഷ്യം. അതിനുവേണ്ടി കാത്തിരിക്കുകയായിരുന്നു. വിമാനത്താവളത്തിൽ തന്നെ അവർ സമയം ചെലവഴിക്കുകയായിരുന്നു. ഈ സമയത്താണ് ഇവരുടെ പെരുമാറ്റത്തിലുള്ള ഒരു അസ്വാഭാവികത, പ്രത്യേകിച്ച് ഇവരുടെ ബാഗേജ് കൈകാര്യം ചെയ്യുന്നതിലുള്ള ഒരു വിഷയങ്ങളെല്ലാം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് കസ്റ്റംസ് അവരുടെ ഉദ്യോഗസ്ഥരെ ശ്രദ്ധയിൽപ്പെടുന്നതും തുടർന്ന് ഇവരുടെ ബാഗേജ് പരിശോധനയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തത്. അതിൽ നിന്നാണ് ഈ മെത്താക്കൊലോൺ 2 പാക്കറ്റുകളിലായിട്ട് അവർ സൂക്ഷിച്ചിരുന്നതായിട്ട് കണ്ടെത്തിയിട്ടുള്ളത്. 4 കിലോയോളം ഈ ലഹരി വസ്തു ഇവരുടെ കയ്യിലുണ്ടായിരുന്നു. 2 കോടിയോളം ഉദ്ദേശം ഇതിൻ്റെ വില വരുമെന്നതാണ് കണക്കാക്കുന്നത്. ഇവരെ ഡൽഹിയിലേക്ക് കൊണ്ടുപോയി വിൽപ്പന നടത്തുക എന്ന രീതിയിൽ ലക്ഷ്യമിട്ടുള്ളതാണ് എന്നതാണ് കസ്റ്റംസ് കരുതുന്നത്. അതുകൊണ്ട് ഇവരെ കൂടുതൽ ചോദ്യം ചെയ്യലടക്കമുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങണം. ഇവരേതെങ്കിലും റാക്കറ്റിൻ്റെ ഭാഗമായിട്ട് ഇവിടെ എത്തിയതാണോ എന്ന് സംശയിക്കുന്നുണ്ട്. ഒരു അന്താരാഷ്ട്ര ശൃംഖല തന്നെ ഈ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് കഴിഞ്ഞ കുറേ നാളുകളായി കസ്റ്റംസിന് വിവരമുണ്ട്. ആ രീതിയിൽ ചിലർ പിടിയിലാകുകയും അന്വേഷണം നടത്തുകയും എല്ലാം തന്നെ ചെയ്യുന്നുണ്ട്. ഇവർ 44-കാരിയാണ്, ടോങ്കോ സ്വദേശിയാണ്. ഇവിടെ നിന്നാണ് കൂടുതൽ കേരളം രാജ്യാന്തര ലഹരി മാഫിയയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായി മാറുകയാണോ? ഏതാനും നാളുകൾക്ക് മുൻപാണ്, കഴിഞ്ഞ വർഷങ്ങളിലാണ് കൊക്കൈനുമായി വിദേശികൾ പിടിയിലാകുന്നത്. അതിനുശേഷം തുടർച്ചയായി ഈ രീതിയിൽ ലഹരി വസ്തുക്കൾ കേരളത്തിലേക്ക് എത്തിക്കുന്നുണ്ട്. ഒറ്റപ്പെട്ട സംഭവങ്ങളിൽ മാത്രമാണ് ലഹരി മാഫിയ സംഘാംഗങ്ങൾ പിടിയിലാകുന്നത്. ഇത് ഈ കേരളത്തിൽ ഏതൊക്കെ മേഖല കേന്ദ്രീകരിച്ചാണ് ഈ ലഹരി മാഫിയ പ്രവർത്തിക്കുന്നത്, പ്രത്യേകിച്ച് രാജ്യാന്തര ലഹരി മാഫിയ പ്രവർത്തിക്കുന്നത് സൂചനയുണ്ടോ? ഈ ഇടപാടിൽ, അതായത് ഈ 4 കോടി രൂപയുടെ മാരക ലഹരി വസ്തു കൊണ്ടുവന്നതിൽ മലയാളികൾക്ക് ആർക്കെങ്കിലും പങ്കുണ്ടെന്ന് സംശയിക്കുന്നുണ്ടോ? ടോം, ഇക്കാര്യത്തിൽ കസ്റ്റംസ് അന്വേഷണം തുടരുന്നു. എവിടേക്കാണ് കൊണ്ടുവന്നതെന്ന് സംബന്ധിച്ച് ഇവർ വിശദമായിട്ട് ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഇവരുടെ ഒരു യാത്രാ ലക്ഷ്യം ഇവിടെ നിന്ന് ഡൽഹി ആയിരുന്നു ഇവരുടെ ഒരു യാത്രാ ലക്ഷ്യമുണ്ടായത്. അപ്പോൾ ആ മേഖലയിലേക്ക് കൊണ്ടുപോകുക എന്ന ഉദ്ദേശം തന്നെയായിരിക്കും സ്വാഭാവികമായും. കാരണം കേരളത്തിനെ ലക്ഷ്യമിട്ടുകൊണ്ടല്ല ഇവരുടെ ഒരു യാത്രയുണ്ടായിരുന്നത്. ഇവിടെ വന്ന് ഇതിനു ശേഷം ഇവിടെ നിന്ന് ഡൽഹിയിലേക്ക് പോവുക എന്ന രീതിയിലായിരുന്നു ഇവരെ ചാർട്ട് ചെയ്തിരുന്നത്. ഏതായാലും ഇവിടെ വെച്ച് തന്നെ ഇതിൽ പിടിയിലാകുന്നു എന്നത് തന്നെയാണ് ശ്രദ്ധേയം. കാരണം ഇവിടെ പരിശോധനകൾ വളരെ കർശനമായിട്ട് പുരോഗമിക്കുന്നുണ്ട്. ഇപ്പോൾ ടോം സൂചിപ്പിച്ചതുപോലെ അടുത്തിടെയായിട്ട് കുറേ അധികം കേസുകൾ ഇവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അത് തന്നെ സൂചിപ്പിക്കുന്നത് വലിയ രീതിയിലുള്ള പരിശോധനകൾ ഇവിടെ നടക്കുന്നു എന്നതാണ്. പക്ഷേ ഈ പരിശോധനകൾ കൊണ്ട് ഈ കടത്തുകാരിലേക്ക് കൂടുതൽ എത്തുന്നില്ല എന്നത് തന്നെയാണ് വാസ്തവം. നിരവധിയായ ആളുകൾ ഇവിടെ ഈ ലഹരി കടത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറസ്റ്റിലാകുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ വിദേശ വനിതകളടക്കം ഈയിടെ അറസ്റ്റിലാകുന്നത് വളരെ കൂടുതലാവുകയാണ്. ചിലർ അറിഞ്ഞുകൊണ്ടും ചിലർ അറിയാതെയും എല്ലാം തന്നെ ഇതിൻ്റെ ഭാഗമാക്കാവുന്നുണ്ട്. ഈ ബാഗേജുകൾ പലപ്പോഴും അലക്ഷ്യമായി കൈകാര്യം ചെയ്യുന്നതടക്കമുള്ള കാര്യങ്ങളുണ്ട്. ചിലരെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ശൃംഖലയുടെ ഭാഗമായി മാറുകയും എല്ലാം തന്നെ ചെയ്യുന്നത്. കഴിഞ്ഞ കുറേ നാളുകളായി ഈ രീതിയിലേക്കുള്ള ആളുകൾ പിടിയിലാകുന്നുണ്ട്. എന്തായാലും ഇത് സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം നടത്തണം എന്ന രീതിയിൽ തന്നെയാണ് ഉള്ളത്. പ്രത്യേകിച്ച് ഈ സ്ത്രീകൾ ഇതിൻ്റെ ഭാഗമാകുന്നു. അത് ഇവർ അറിഞ്ഞുകൊണ്ട് ഇതിലേക്ക് വരുന്നു എന്നതാണ് വലിയ രീതിയിൽ. പ്രത്യേകിച്ച് ഈ കുറഞ്ഞ ദാരിദ്ര്യ രാജ്യങ്ങളിൽ നിന്നെല്ലാം തന്നെയാണ് കൂടുതൽ ഈ രീതിയിലേക്ക് കള്ളക്കടത്തിന്, ലഹരി കടത്തിനെല്ലാം തന്നെ ആളുകളെ ഇവർ ലക്ഷ്യമിടുകയും അവരുടെയൊക്കെ വരികയും ചെയ്യുന്നത്. പലരും ഇവിടെ എത്തി ചിലരെല്ലാം തന്നെ പിടിയിലാകുന്നു, അല്ലാതെയും പോകുന്നവരുണ്ട് എന്ന് തന്നെയാണ്
ഉദ്യോഗസ്ഥർ തന്നെ സൂചിപ്പിക്കുന്നു. ചിലരെല്ലാം അതിവിദഗ്ധമായി ഇവിടെ നിന്ന് കടന്നു പോകുന്നുണ്ട്. മാത്രവുമല്ല, ഈയിടെയായിട്ട് ഹൈബ്രിഡ് കഞ്ചാവിൻ്റെ ഒരു വരവ് വളരെയധികം കൂടുതലായിരുന്നു. കേരളം അതിൻ്റെ ഒരു ഹബ്ബാക്കി മാറ്റുന്നു. പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിലേക്കെല്ലാം തന്നെ ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ നിന്ന് കടത്തി കൊണ്ടുപോകുന്നു എന്ന രീതിയിലെല്ലാം തന്നെ അന്വേഷണത്തിലെല്ലാം തെളിഞ്ഞിരുന്നതാണ്. അങ്ങനെ പല രീതിയിൽ ആളുകൾ ഇവിടേക്ക് എത്തുന്നു. ചിലരെല്ലാം വ്യക്തമാണ്. കൊച്ചിയിൽ നിന്ന് ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. രാജ്യാന്തര ലഹരി മാഫിയ സംഘങ്ങൾ കേരളം കേന്ദ്രീകരിച്ച് കൂടുതൽ പ്രവർത്തനങ്ങൾ നടത്തുന്നു. ഇവിടുത്തെ യുവാക്കളെ, വിദ്യാർത്ഥികളെയൊക്കെ ലക്ഷ്യമിടുന്നു. അതീവ ജാഗ്രതയോടെ കാണേണ്ട കാര്യമാണ്. കാരണം മാരക ലഹരി വസ്തുവാണ് നെടുമ്പാശ്ശേരിയിൽ കസ്റ്റംസും CR സുരക്ഷാ ഉദ്യോഗസ്ഥരും ചേർന്ന് പിടികൂടിയത്. ടോഗോ സ്വദേശിനി വിദേശിയായിട്ടുള്ള ഒരു യുവതിയിൽ നിന്നാണ് ഈ ലഹരി വസ്തുക്കൾ പിടിച്ചെടുത്തത്. ഇതിൻ്റെ ശൃംഖലകൾ തേടി പോലീസ്, കസ്റ്റംസ് അന്വേഷണം നടത്തേണ്ടതാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.